ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുകയാണ്. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ മഹല്ലുകളും മദ്രസകളും കേന്ദ്രീകരിച്ച് ഘോഷയാത്രകളും മൗലിദ് സദസ്സുകളും സംഘടിപ്പിച്ചു. നവോത്ഥാനത്തിന്റെ വെളിച്ചം പകർന്ന പ്രവാചകന്റെ 1500-ാം ജന്മവാർഷികമാണ് ഇക്കുറി. നീതിബോധവും ലാളിത്യവും കൊണ്ട് മാതൃകയായ പ്രവാചകന്റെ ജീവിതം സന്ദേശമായി ഉൾക്കൊണ്ടാണ് വിശ്വാസികൾ ആഘോഷം സംഘടിപ്പിക്കുന്നത്. പുലർച്ചെ മുതൽ തന്നെ പള്ളികളിൽ മൗലീദ് പാരായണം ആരംഭിച്ചു. ദഫ്, അർബന തുടങ്ങിയ കലാപ്രകടനങ്ങളുടെ അകമ്പടിയോടെ നബിദിന ഘോഷയാത്രകൾ പ്രൗഢമായി. ഘോഷയാത്രയെ സ്വീകരിക്കാൻ പലയിടത്തും തിരുവോണ നാളിൽ മാവേലി എത്തിയത് ആഘോഷങ്ങളെ കൂടുതൽ മനോഹരമാക്കി. ഈ വർഷത്തെ നബിദിനത്തിന് ഇരട്ടി സന്തോഷമുള്ള ശരിക്കും പഴയ കാലത്തെ ഒരു സ്നേഹം ശരിക്കും ഈ ഒരു ആഘോഷത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഓണവും നബിദിനവും മനുഷ്യ സ്നേഹത്തിന്റെ സന്ദേശമാണ് നൽകുന്നത് എന്ന പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ. സൗഹൃദത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലുള്ള ആഘോഷമായി ഇത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കോഴിക്കോട് നടന്ന നബിദിന റാലിയിൽ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട്, MK രാഘവൻ MP തുടങ്ങിയവർ പങ്കെടുത്തു. 24 തിരൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.